വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഡോൾസ് ജേർണി എന്ന് പറയുന്ന ഒരു ചെറിയ സ്റ്റോറിയാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് യൂണിറ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം. യൂണിറ്റിൻ്റെ പേരെന്ന് പറയുന്നത് ഇമാജിനേഷൻ എന്നുള്ളതാണ്. ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ സങ്കല്പം എന്നാണ് മീനിങ്. അതായത് നമ്മളിപ്പം ഒരു കാര്യം ഇമാജിൻ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ മൈൻഡിൽ പിക്ചറൈസ് ചെയ്യുകയാണ്. അതായത് നമ്മളിപ്പോൾ ഒരു സ്ക്രീനിൽ ഫിലിമൊക്കെ കാണുന്നത് പോലെ നമ്മളുടെ മൈൻഡിൽ സങ്കല്പിക്കുകയാണ്, പിക്ചറൈസ് ചെയ്യുകയാണ് ഒരു കാര്യം. അതിനെയാണ് നമ്മളുടെ ഇമാജിനേറ്റീവ് പവർ എന്ന് പറയുന്നത്. സോ ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ സങ്കല്പം. ഈ ഒരു യൂണിറ്റ് തുടങ്ങുന്ന ഭാഗത്തായിട്ട് നമുക്ക് കാണാം ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം. ദ ട്രൂ സൈൻ ഓഫ് ഇൻ്റലിജൻസ് ഇസ് നോട്ട് നോളജ് ബട്ട് ഇമാജിനേഷൻ. എന്താ പറയുന്നത്? ദ ട്രൂ സൈൻ ഓഫ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ബുദ്ധിശക്തി, വിവേകം എന്നുള്ളതൊക്കെയാണ് മീനിങ് വരുന്നത്. അപ്പോൾ നമ്മളുടെ ഇൻ്റലിജൻസിൻ്റെ ട്രൂ സൈൻ, ഒരു പ്രധാന അടയാളം എന്ന് പറയുന്നത് എന്തല്ല? ഈസ് നോട്ട് നോളജ്, നമ്മളുടെ അറിവല്ല, ബട്ട് ഇമാജിനേഷൻ, നമ്മളുടെ ഇമാജിനേഷനാണ്, നമ്മളുടെ സങ്കല്പമാണ് എന്നാണ് പറയുന്നത്. അതായത് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അറിയുണ്ടാവും, ഒരുപാട് നോളജ് നമ്മളുടെ മൈൻഡിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടും ഉണ്ടാവും. പക്ഷേ അതിലും അപ്പുറം, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾക്കും അപ്പുറം നമ്മൾ ചിന്തിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കണമെങ്കിൽ, നമുക്ക് അറിയാവുന്നതിനും ഉയരത്തിൽ നമ്മൾ ചിന്തിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇമാജിനേറ്റീവ് പവർ വേണം, അല്ലേ? ഇമാജിനേഷൻ ചെയ്യാനുള്ള ഒരു കഴിവ് വേണം. അതുകൊണ്ടാണ് ഇൻ്റലിജൻസിൻ്റെ ട്രൂ സൈൻ എന്ന് പറയുന്നത് നോളജ് അല്ല, പക്ഷേ ഇമാജിനേഷനാണ് എന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത്. പേജ് നമ്പർ 36 നോക്കാം. ലുക്ക് അറ്റ് ദ ഫോളോയിങ് പിക്ചേഴ്സ് ആൻഡ് റീഡ് ദ ക്യാപ്ഷൻസ് ബിലോ. അതായത് ലുക്ക് അറ്റ് ദ ഫോളോയിങ് പിക്ചേഴ്സ്, താഴെ കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സ് നോക്കുക, എന്നിട്ടോ ആൻഡ് റീഡ് ദ ക്യാപ്ഷൻസ് ബിലോ, ഓരോ പിക്ചറിന് താഴെയായിട്ടുള്ള ക്യാപ്ഷൻസ് വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം നമുക്ക്. അപ്പോൾ ഈ ഒരു പിക്ചർ കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും, ഒരു ഡോളും ഉണ്ട്, ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി ഡോളുമായിട്ട് കളിക്കുന്ന കാര്യങ്ങളും അതിനെ കെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ കുഞ്ഞു കുട്ടികൾ ആവുന്ന സമയത്ത് പാവനെ വെച്ചിട്ട് കളിക്കും, അല്ലേ? അപ്പോൾ ആ ഒരു കാര്യമാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഐ ലവ് മൈ ഡോൾ വെരി മച്ച്. എനിക്ക് എൻ്റെ ഡോളിനെ വളരെയധികം ഇഷ്ടമാണ് എന്ന് പറയാണ്. നെക്സ്റ്റ് നോക്കിയേ. ഐ ഗീവ് മൈ ഡോൾ എ ബാത്ത് എവറി ഡേ. അതായത് ഞാൻ എല്ലാ ദിവസവും എൻ്റെ ഡോളിനെ കുളിപ്പിക്കും. ഐ ഫീഡ് മൈ ഡോൾ റെഗുലർലി. ഞാൻ എന്നും റെഗുലറായിട്ട് എൻ്റെ കുട്ടിയെ ഫീഡ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊടുക്കുക, അല്ലേ? ഭക്ഷണം കഴിപ്പിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെയോ, ഐ റീഡ് മൈ ഡോൾ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ്. അതായത് ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ് ഞാൻ എൻ്റെ ഡോളിന് വേണ്ടി വായിച്ചു കൊടുക്കും. പിന്നെ നോക്കാം. ഐ പ്ലേ വിത്ത് മൈ ഡോൾ ഇൻ ദ ഈവനിങ്സിൽ, അതായത് വൈകുന്നേരങ്ങളിൽ ഞാൻ എൻ്റെ പാവയായിട്ട് കളിക്കാറുണ്ട്. പിന്നെയോ, ഐ ലവ് മൈ ഡോൾ ടു സ്ലീപ്പ് അറ്റ് നൈറ്റ്. അതായത് ഞാൻ എൻ്റെ പാവേനെ രാത്രിയിൽ പാട്ടുപാടി ഉറക്കാറുണ്ട്. അത്രയാണ് പറയുന്നത്. അതായത് ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് പാവയായിട്ട് നമ്മൾ കളിക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇമാജിൻ യു ഹാഡ് എ ഡോൾ അറ്റ് ഹോം. നിങ്ങളുടെ വീട്ടിൽ ഒരു പാവയുണ്ടെന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യാം. നിങ്ങൾക്കൊരു പാവയുണ്ടെന്ന് ഇമാജിൻ ചെയ്യാം. ഹൗ ഡിഡ് യു ടേക്ക് കെയർ ഓഫ് ഇറ്റ്? നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു പാവേനെ ടേക്ക് കെയർ ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇത് ഇമാജിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇമാജിനേറ്റീവ് പവർ എത്രത്തോളം ഉണ്ടെന്ന് അറിയാം. സോ നമുക്ക് നെക്സ്റ്റ് സ്റ്റോറിയിലേക്ക് പോവാം. ഹിയർ ഈസ് എൻ അനക്ഡോട്ട് അബൌട്ട് എ ഗേൾ ആൻഡ് ഹെർ ഡോൾ. അനക്ഡോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവ കഥ, അതായത് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ള കഥേനെയാണ് നമ്മൾ എന്ത് പറയുക? അനക്ഡോട്ട് എന്ന് പറയുക. അപ്പോൾ അബൌട്ട് എ ഗേൾ ആൻഡ് ഹെർ ഡോൾ, ഒരു പെൺകുട്ടിയെയും അവളുടെ ഡോളിനെയും കുറിച്ചിട്ടുള്ള ഒരു അനക്ഡോട്ട്, ഒരു സംഭവ കഥയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദ ജർമ്മൻ റൈറ്റർ ഫ്രാൻസ് കാഫ്ക പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഇറ്റ്. അതായത് ജർമ്മൻ എഴുത്തുകാരനായിട്ടുള്ള ഫ്രാൻസ് കാഫ്കയ്ക്ക് ഈ ഒരു സ്റ്റോറിയിൽ വളരെ ക്രൂഷ്യലായിട്ടുള്ള, പ്രധാനമായിട്ടുള്ള ഒരു കഥാപാത്രമായിട്ട് വരുന്നുണ്ട് അദ്ദേഹം എന്നാണ് പറയുന്നത്. ഇറ്റ് ഹാസ് ഓൾസോ അപ്പിയർഡ് ഇൻ ഹിസ് ബയോഗ്രഫി. അതായത് ഈ ഒരു സ്റ്റോറി ഫ്രാൻസ് കാഫ്കയുടെ ബയോഗ്രഫിയിൽ, അതായത് ജീവചരിത്രം, ബയോഗ്രഫി എന്ന് പറഞ്ഞാൽ ജീവചരിത്രത്തിൽ ഈ ഒരു സ്റ്റോറി വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് പോവാം. സ്റ്റോറീൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് എ ഡോൾസ് ജേർണി എന്നുള്ളതാണ്. ജേർണി എന്ന് പറഞ്ഞാൽ യാത്ര, അല്ലേ? ഒരു ഡോളിൻ്റെ, ഒരു പാവക്കുട്ടിയുടെ യാത്ര എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു ടൈറ്റിൽ പറയുന്നത്. ഇറ്റ് വാസ് എ സാറ്റർഡേ ആഫ്റ്റർനൂൺ. അതായത് അന്ന് ഒരു സാറ്റർഡേ ആഫ്റ്റർനൂൺ ആയിരുന്നു. അതായത്
ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ ദിവസം ആയിരുന്നു. കാഫ്ക വാസ് വാക്കിംഗ് ത്രൂ ആ പാർക്ക് ഇൻ ബെർലിൻ. കാഫ്ക ഒരു ബെർലിനിലുള്ള ഒരു പാർക്കിലൂടെ നടക്കാനിറങ്ങിയതായിരുന്നു. ബെർലിൻ എന്ന് പറയുന്നത് ജർമ്മനിയിലാണ് കേട്ടോ. ഹി മെറ്റ് എ ഗേൾ ഹു വാസ് ക്രൈയിങ് ബിക്കോസ് ഷീ ഹാഡ് ലോസ്റ്റ് ഹെർ ഫേവറേറ്റ് ഡോൾ. എന്താ പറയുന്നത്, അങ്ങനെ ആ ഒരു പാർക്കിലൂടെ നടന്നുകൊണ്ടിരുന്നപ്പം ഈ കാഫ്ക ഒരു ഗേളിനെ കാണുകയാണ്. അപ്പം അവൾ എന്താ ചെയ്യുന്നത്, അവൾ കരയാണ്, അവൾ കരയാണ്. എന്തുകൊണ്ടാണ്, ബിക്കോസ് ഷീ ഹാഡ് ലോസ്റ്റ് ഹെർ ഫേവറേറ്റ് ഡോൾ. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡോള് നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് അവൾ കരയുന്നത്. കാഫ്ക ജോയിൻഡ് ഹെർ ഇൻ സെർച്ചിങ് ഫോർ ദ ഡോൾ അൺസക്സസ്ഫുള്ളി. അപ്പോൾ കാഫ്ക എന്ത് ചെയ്തു, അവളുടെ കൂടെ ജോയിൻ ചെയ്യാണ്, ആ ഒരു ഡോളിനെ സെർച്ച് ചെയ്യാൻ വേണ്ടി, ആ ഡോളിനെ തിരഞ്ഞ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കാഫ്ക ആ ഒരു കുട്ടിയുടെ കൂടെ കൂടി. പക്ഷെ എന്താ സംഭവിച്ചത്, അൺഫോർച്ചുനേറ്റ്ലി അത് ആ ഒരു തിരച്ചിൽ എന്ന് പറയുന്നത് അൺസക്സസ്ഫുൾ ആയിരുന്നു. അൺസക്സസ്ഫുൾ എന്ന് പറഞ്ഞാൽ വിജയം കണ്ടില്ല, അതായത് ആ പാവേനെ അവർക്ക് കിട്ടിയില്ല എന്ന് പറയാണ്. ഹീ കൺസോൾഡ് ഹെർ. കൺസോൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആശ്വസിപ്പിക്കുക എന്നുള്ളതാണ് മീനിങ് വരുന്നത്. അപ്പം കാഫ്ക എന്ത് ചെയ്തു, അവളെ ആശ്വസിപ്പിച്ചു. ഹി ഓൾസോ പ്രോമിസ്ഡ് ഹെർ ദാറ്റ് ഹി വുഡ് മീറ്റ് ഹെർ ദ നെക്സ്റ്റ് ഡേ ടു കണ്ടിന്യൂ ലുക്കിംഗ് ഫോർ ദ ഡോൾ. അപ്പോൾ കാഫ്ക അവൾക്ക് പ്രോമിസ് ചെയ്യാണ്. എന്താണ് പ്രോമിസ് ചെയ്യുന്നത്, ഹി വുഡ് മീറ്റ് ഹെർ ദ നെക്സ്റ്റ് ഡേ ടു കണ്ടിന്യൂ ലുക്കിംഗ് ഫോർ ദ ഡോൾ. അതായത് പിറ്റേ ദിവസം നെക്സ്റ്റ് ഡേ അവളെ മീറ്റ് ചെയ്തോളാം. എന്തിനു വേണ്ടിയിട്ടാണ്, ടു കണ്ടിന്യൂ ലുക്കിംഗ് ഫോർ ദ ഡോൾ. അതായത് അവളുടെ ആ ഒരു ഡോളിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ തുടരാൻ വേണ്ടിയിട്ട്. ദ നെക്സ്റ്റ് ഡേ ദേ മെറ്റ് അറ്റ് ദ പാർക്ക് ഇൻ ദ ഈവനിങ്. നെക്സ്റ്റ് ഡേ അപ്പോൾ അടുത്ത ദിവസമായി. അന്ന് എന്ത് സംഭവിച്ചു, ദേ മെറ്റ് അറ്റ് ദ പാർക്ക്. അവർ ആ ഒരു പാർക്കിൽ വെച്ച് കണ്ടുമുട്ടി. ഇൻ ദ ഈവനിങ്, അതായത് ഒരു വൈകുന്നേരം അവർ കണ്ടുമുട്ടി എന്ന് പറയാണ്. ആഫ്റ്റർ സെർച്ചിങ് ഫോർ സം ടൈം, അതായത് കുറച്ച് നേരം സെർച്ച് ചെയ്തതിന് ശേഷം, അതായത് ഈ ഒരു ഡോളിനെ തിരഞ്ഞതിന് ശേഷം, കാഫ്ക പ്രിറ്റൻഡഡ് ദാറ്റ് ഹി ഹാഡ് ഫൗണ്ട് എ ലെറ്റർ അണ്ടർ എ ബെഞ്ച് ഇൻ ദ പാർക്ക്. എന്താ പറയുന്നത്, കാഫ്ക പ്രിറ്റൻഡഡ് എന്ന് പറഞ്ഞാൽ നടിച്ചു, ഭാവിച്ചു എന്നുള്ളതാണ്. എന്താ ഭാവിച്ചത്, അല്ലെങ്കിൽ എന്താ നടിച്ചത്, ദാറ്റ് ഹി ഹാഡ് ഫൗണ്ട് എ ലെറ്റർ. അതായത് അദ്ദേഹത്തിന് ഒരു ലെറ്റർ കിട്ടി. എവിടെ നിന്നാണ്, അണ്ടർ എ ബെഞ്ച് ഇൻ ദ പാർക്ക്. ആ ഒരു പാർക്കിലുള്ള ബെഞ്ചിൻ്റെ അടിയിൽ നിന്ന് ഒരു ലെറ്റർ കിട്ടിയതായിട്ട് കാഫ്ക നടിക്കുകയാണ്. ഹി ഗേവ് ദ ലെറ്റർ ടു ദ ഗേൾ. അപ്പോൾ ആ ഒരു ലെറ്റർ എന്ത് ചെയ്തു, ഹി ഗേവ് ദ ലെറ്റർ, ആ ഒരു ലെറ്റർ കൊടുത്തു. ആർക്ക്, ടു ദ ഗേൾ, ആ ഒരു ഗേളിന് കൊടുത്തു. കാഫ്ക ഹാഡ് prepared the letter which was meant to be from the doll. എന്താ പറഞ്ഞത്, കാഫ്ക ഹാഡ് പ്രിപ്പയർഡ് ദ ലെറ്റർ. കാഫ്കയാണ് ആ ഒരു ലെറ്റർ പ്രിപ്പയർ എഴുതിയിട്ടുള്ളത് കാഫ്കയാണ്. വിച്ച് വാസ് മെൻറ്റ് ടു ബി ഫ്രം ദ ഡോൾ. അതായത് ഡോള് ഈ ഒരു കുട്ടിക്ക് ലെറ്റർ എഴുതുന്ന രീതിയിൽ ആണ് കാഫ്ക ആ ഒരു ലെറ്റർ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഡോണ്ട് വറി അബൌട്ട് മീ. എന്നെക്കുറിച്ച് വറി ചെയ്യേണ്ട, ടെൻഷൻ അടിക്കേണ്ട. ദ ലെറ്റർ സെഡ്. ആ ഒരു ലെറ്ററിൽ അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ഐ ആം ഓൺ എ ട്രിപ്പ് അറൗണ്ട് ദ വേൾഡ്. ഞാൻ ഒരു ട്രിപ്പിലാണ്, ഈ ഒരു ലോകം ചുറ്റുന്ന ഒരു ട്രിപ്പിലാണ് എന്ന് പറയുകയാണ് ആ ഒരു ലെറ്റർ. അതായത് ആ ഒരു ഡോള് ആ ഒരു ലെറ്ററിലൂടെ പറയുന്ന പോലെയാണ് കേട്ടോ. ഇറ്റ് ഈസ് റിയലി എക്സൈറ്റിംഗ്. ഈ ഒരു ലോകം ചുറ്റുന്ന ഈ ഒരു ട്രിപ്പ് ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് എക്സൈറ്റിംഗ് ആണ്, അല്ലെങ്കിൽ അടിപൊളിയാണ് എന്ന് ആ ഒരു ഡോള് ഈ കുട്ടീനോട് പറയുകയാണ്. ഐ വിൽ ടെൽ യു എവറിത്തിങ് വെൻ ഐ എം ബാക്ക്. അപ്പം ലാസ്റ്റ് എന്താ പറഞ്ഞത്, ഐ വിൽ ടെൽ യു എവറിത്തിങ്. ഞാൻ എല്ലാം പറയാം, വെൻ ഐ എം ബാക്ക്, ഞാൻ തിരിച്ചു വന്നതിന് ശേഷം എല്ലാ കാര്യങ്ങളും പറയാം എന്ന് ആ ഒരു ലെറ്ററിലൂടെ ആ ഒരു ഡോള് കുട്ടീനോട് പറയുകയാണ്. അത് ആരാണ് പ്രിപ്പയർ ചെയ്തത്, നമ്മളുടെ കാഫ്കയാണ് കേട്ടോ. പേജ് നമ്പർ 38 നോക്കാം. ദ ഗേൾ കണ്ടിന്യൂ ടു റിസീവ് ലെറ്റേഴ്സ് ഫ്രം ദ ഡോൾ. അപ്പോൾ ഈ ഒരു ഗേളിന് ഡോളിൻ്റെ അടുത്ത് നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ലെറ്റർ ഇങ്ങനെ കിട്ടാൻ തുടങ്ങി. അതായത് നമ്മളുടെ കാഫ്ക സ്ഥിരമായിട്ട് എന്ത് ചെയ്യുകയാണ്, ലെറ്റർ ഇങ്ങനെ എഴുതി ഈ ഒരു കുട്ടിക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷീ റോട്ട് അബൌട്ട് ഹെർ അഡ്വഞ്ചേഴ്സ് ഇൻ ഡീറ്റെയിൽ. എന്താ പറയുന്നത്, അഡ്വഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാഹസികത അല്ലേ. അപ്പോൾ ഷീ എന്നിവിടെ പറഞ്ഞിട്ടുള്ളത് ഡോളിനെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡോള് ഷീ റോട്ട് അബൌട്ട് ഹെർ അഡ്വഞ്ചേഴ്സ്. അവളുടെ അഡ്വഞ്ചേഴ്സിനെ കുറിച്ച്, സാഹസികതകളെക്കുറിച്ച് ആ ഒരു ലെറ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നുണ്ട് എന്നാണ് പറയുന്നത്.
ദ ലെറ്റേഴ്സ് ഡിലൈറ്റഡ് ദ ഗേൾ. ഡിലൈറ്റഡ് എന്ന് പറഞ്ഞാൽ സന്തോഷിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ലെറ്റേഴ്സ് ആ ഒരു ഗേളിനെ എന്ത് ചെയ്യുന്നുണ്ട്, സന്തോഷിപ്പിക്കുന്നുണ്ട്. ദിസ് വെൻറ്റ് ഓൺ ഫോർ സം ടൈം. അപ്പോൾ ഈ ഒരു കാര്യം അങ്ങനെ കുറച്ച് കാലത്തേക്ക് നടന്നുപോയി. But Kafka noticed that the girl was becoming moody as days passed. എന്താ പറഞ്ഞത്? ബട്ട് കാഫ്ക നോട്ടീസ്ഡ് മീൻസ് എന്താണ്? ശ്രദ്ധിക്കുക കേട്ടോ, ശ്രദ്ധിച്ചു. കാഫ്ക ശ്രദ്ധിച്ചു എന്ത്? ദാറ്റ് ദ ഗേൾ വാസ് ബിക്കമിങ് മൂഡി. അതായത് ആ ഒരു ഗേള് എന്താണ്, സങ്കടപ്പെടുകയാണ്. മൂഡി മീൻസ് സങ്കടം. അങ്ങനെ എന്താണ്, മൂകമായിട്ടിരിക്കുകയാണ്. അധികം ഒരു പ്രസന്നതയും കാര്യങ്ങളൊന്നും ഇല്ലാതെ ആ ഒരു ഡോള് പോയ വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ആ ഒരു കുട്ടി. ആസ് ഡേയ്സ് പാസ്ഡ്, അതായത് ദിവസം പോകുന്തോറും ആ ഒരു കുട്ടിക്ക് എന്താണ്, വിഷമം കൂടി വരികയാണ് എന്ന് പറയാണ്. ഷീ ബാഡ്ലി വാണ്ടഡ് ഹെർ ഡോൾ ടു കം ബാക്ക്. അതായത് ആ ഒരു കുട്ടിക്ക് എന്താണ്, ആ ഒരു ഡോള് തിരിച്ചു വരണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. And Kafka felt that he could not make up letters indefinitely. അതായത് കാഫ്കയ്ക്ക് മനസ്സിലാവുകയാണ് എന്താണ്, ഹി കുഡ് നോട്ട് മേക്കപ്പ് ലെറ്റേഴ്സ് ഇൻഡെഫിനിറ്റ്ലി. അതായത് പിന്നെ ഇൻഡെഫിനിറ്റ്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനന്തമായി, അതായത് ഇങ്ങനെ നിർത്താതെ ലെറ്റേഴ്സ് എഴുതിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആ ഒരു ലെറ്റേഴ്സ് എഴുതുന്ന ഇത് എന്താണ്, അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാൻ പറ്റില്ല എന്ന് കാഫ്കയ്ക്ക് മനസ്സിലാവുകയാണ്. കുഡ് നോട്ട് മേക്കപ്പ് ലെറ്റേഴ്സ് ഇൻഡെഫിനിറ്റ്ലി മീൻസ് എന്താണ്, മേക്കപ്പ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ആ ഒരു എന്താണ്, പാവ പോയല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം നികത്താൻ വേണ്ടിയിട്ട് ഈ ലെറ്റേഴ്സ് ഇങ്ങനെ എല്ലാ കാലവും എഴുതിക്കൊണ്ടിരിക്കാൻ പറ്റില്ല എന്നുള്ളത് കാഫ്ക മനസ്സിലാക്കുകയാണ്. ഫൈനലി ഹി ഫൗണ്ട് എ വേ ഔട്ട്. വേ ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിഹാര മാർഗം. ഫൈനലി ഹി ഫൗണ്ട് എ വേ ഔട്ട്. അദ്ദേഹം എന്താണ്, അവസാനം ഒരു പരിഹാരം കണ്ടെത്തുകയാണ് ചെയ്യുന്നത് എന്ന് പറയാണ്. നെക്സ്റ്റ് നോക്കാം. ദർ വർ നോ ലെറ്റേഴ്സ് ഫോർ സം ഡേയ്സ്. അപ്പോൾ എന്താണ്, കുറച്ച് ദിവസമായിട്ട് ലെറ്റർ ഒന്നും വന്നില്ല. അതായത് കാഫ്ക ലെറ്റർ ഒന്നും എഴുതി അയച്ചിട്ടില്ല, അവിടെ വെച്ചിട്ടില്ല എന്ന് പറയാണ്. ദെൻ വൺ ഡേ കാഫ്ക ടോൾഡ് ദ ഗേൾ ദാറ്റ് ദ ഡോൾ വാസ് എൻഗേജ്ഡ് ടു ബി മാരീഡ്. അപ്പോൾ ദെൻ വൺ ഡേ, ഒരു ദിവസം കാഫ്ക ടോൾഡ് ദ ഗേൾ, കാഫ്ക ഒരു ഗേളിനോട് പറയാണ് ദാറ്റ് ദ ഡോൾ വാസ് എൻഗേജ്ഡ് ടു ബി മാരീഡ്. അതായത് ആ ഒരു ഡോള് എന്താണ്, എൻഗേജ്ഡ് ടു ബി മാരീഡ്, അതായത് വിവാഹം കഴിക്കാൻ വേണ്ടി, കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് നിശ്ചയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയാണ്. He had met her while on a trip to another part of the country. അപ്പോൾ കാഫ്ക ആ ഒരു ഡോളിനെ കണ്ടു എന്ന് പറയുകയാണ്. He had met her എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, ആ ഒരു ഡോൾ കേട്ടോ, ഡോളിനെ മെറ്റ് ചെയ്തു, കണ്ടു. while on a trip to another part of the country. ആ ഒരു രാജ്യത്തിൻ്റെ വേറൊരു ഭാഗത്തേക്കുള്ളൊരു യാത്ര പോയ സമയത്ത് എന്താണ്, ഈ ഒരു ഡോളിനെ കണ്ടു. അപ്പോഴാണ് ഈ ഒരു കാര്യം പറഞ്ഞത്, കല്യാണം കഴിക്കാൻ പോവാണ്, എൻഗേജ്ഡ് ആയി എന്ന് പറഞ്ഞത്. കാഫ്ക ഓൾസോ ടോൾഡ് ഹെർ ദാറ്റ്, അതായത് കാഫ്ക വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്താണത്? ഷീ ഹാഡ് ഈവൻ ഇൻട്രൊഡ്യൂസ്ഡ് ഹിം ടു ദ യങ് മാൻ ഷീ വാസ് ഗോയിങ് ടു മാരി. അതായത് ഒരു പിന്നെ ഡോള് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ആ ഒരു യങ് മാനെ, അതായത് ആ ഡോള് കല്യാണം കഴിക്കാൻ പോകുന്ന ആ ഒരു യങ് മാനെ നമ്മളുടെ കാഫ്കയ്ക്ക് എന്താണ്, പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്ന് പറയാണ്. ഷീ വാസ് സോറി ദാറ്റ് ഷീ കുഡ് നോട്ട് റൈറ്റ് ലെറ്റേഴ്സ് ഫോർ സം ടൈം. അപ്പോൾ ഈ ഒരു ഡോള് സോറി പറയാണ്. എന്തിനാണ് സോറി പറയുന്നത്? ഡോളിന് കുറച്ച് ദിവസമായിട്ട് എന്താണ്, ലെറ്റേഴ്സ് ഒന്നും എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് എന്താണ്, അവൾ സോറി പറയാണ്. ഷീ പ്രോമിസ്ഡ് ദാറ്റ് ഷീ വുഡ് ബി റൈറ്റിംഗ് ആസ് സൂൺ ആസ് ദ പ്രിപ്പറേഷൻസ് ഫോർ ദ വെഡ്ഡിങ്സ് വെർ ഓവർ. അതായത് ഇപ്പോൾ എന്താണ്, കല്യാണ തിരക്കിലാണ് അല്ലേ. അപ്പോൾ ആ ഒരു തിരക്കും പ്രിപ്പറേഷൻസും ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്താണ്, അവൾ ലെറ്റേഴ്സ് എഴുതാം എന്ന് പറയാണ്. ദ ഗേൾ വാസ് ഹാപ്പി ടു ഹിയർ ഫ്രം ഹെർ ഡോൾ. അപ്പോൾ ഈ ഒരു കാര്യം അവളുടെ, അതായത് ഗേളിൻ്റെ ആ ഒരു ഡോളിൽ നിന്ന് കേൾക്കാൻ പറ്റിയതിൽ ആ ഒരു കുട്ടി വളരെയധികം എന്താണ്, സന്തോഷവതിയാണ്. ബട്ട് ഷീ വണ്ടേർഡ് വെൻ ഷീ വുഡ് ബി ഏബിൾ ടു സീ ഹെർ അഗെയിൻ. പക്ഷേ അവളിങ്ങനെ എന്താണ് ചിന്തിക്കുകയാണ്, വെൻ ഷീ വുഡ് ബി ഏബിൾ ടു സീ ഹെർ അഗെയിൻ. അവളെ ഇനി, അതായത് ആ ഒരു ഡോളിനെ ഇനി വീണ്ടും എപ്പോഴാണ് തനിക്ക് കാണാൻ കഴിയുക എന്ന് ആ ഒരു പെൺകുട്ടി ചിന്തിക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഇത്രയാണ് ഈ ഒരു സ്റ്റോറി പറയുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തതിന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.